ഹലോ ഫ്രണ്ട്സ്, 𝔸𝓟𝓵𝓬𝓸 അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മിനി ബോൺവില്ലിന് ബോഡിയെല്ലാം വെക്കുവാണ്. ബോഡിയെല്ലാം ഫിറ്റ് ചെയ്ത് പെയിൻറ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. നമുക്ക് വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കാം. അന്നേരം ഇപ്പം നമ്മൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മുടെ കാർബറേറ്ററൊക്കെ ഇരിക്കുന്നതിൻ്റെ സൈഡാണ്. ആ സൈഡ് മറയ്ക്കാണ്. നമ്മൾ ഷീറ്റ് എടുത്ത് ആ സൈഡെല്ലാം മറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ സൈഡെല്ലാം ഇങ്ങനെ വെൽഡ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചേസും എഞ്ചിനുമായിട്ടുള്ള ബോൾട്ട് ഊരി കഴിയുമ്പം ഈ ബോഡിയും എല്ലാം ഉൾപ്പെടെ പെട്ടെന്ന് നമുക്ക് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേസിൽ വെച്ച് ഇതെല്ലാം വെൽഡ് ചെയ്യുന്നത്. ഇതും എഞ്ചിനുമായിട്ട് യാതൊരുവിധ ടച്ചും ഇല്ല, എല്ലാം പൊങ്ങി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് സസ്പെൻഷൻ ആയാലും എഞ്ചിന് തട്ടാത്ത രീതിയിലാണ് നമ്മളിത് വെച്ച് വെൽഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ആംഗിളിലൊരു മോഡൽ പോലെ വരണം. അതാണ് നമ്മളിങ്ങനെ ഈ മോഡൽ ഇങ്ങനെ കട്ട് ചെയ്ത് എഞ്ചിനുമായിട്ട് യാതൊരുവിധ ബന്ധവും കാണാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു ഷീറ്റ് എടുത്ത് കട്ട് ചെയ്ത് സ്ക്വയറിൽ കട്ട് ചെയ്ത് നമ്മുടെ ബാക്കിൽ സീറ്റിൻ്റെ ബാക്കിലായിട്ട് വെച്ച് ഇപ്പോൾ വെൽഡ് ചെയ്യാണ്. ഇത് വെൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് വേണം ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേഷൻ, പിന്നെ ചെറിയൊരു നമ്പർ പ്ലേറ്റ് ബോർഡ്, ഇതെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പീസ് വെച്ച് വെൽഡ് ചെയ്യുന്നത്. നമ്മുടെ മിനി ബോൺവില്ലിന് ഈ സൈലൻസർ ലുക്കല്ല. ഇത് ആക്റ്റീവഡ് എഞ്ചിനായതുകൊണ്ട് അതിൻ്റെ സൈലൻസർ ആയിരുന്നു ഇതിനകത്ത് ഇരുന്നത്. നമുക്ക് ആ സൈലൻസർ ലുക്കല്ല, അതുകൊണ്ട് നമ്മൾ ആ സൈലൻസർ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് നമ്മളൊരു GI പൈപ്പ് എടുത്ത് വെട്ടി വൃത്തിയാക്കി അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത പൈപ്പ് കറക്റ്റായിട്ട് ഇതിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ലൈനുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പം ചെറുതാണ്. അപ്പം നമ്മൾ തിരിച്ച് വെച്ച് ഒരു തകര ഷീറ്റ് എടുത്ത് അതിൻ്റെ മോടി ഭാഗം അടച്ചിട്ട് അതിൽ നമ്മുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ അളവിന് ഒരു ഹോൾ അടിച്ച് അതിലാണ് നമ്മൾ ഈ സൈലൻസർ ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന പൈപ്പ് ഇതിനകത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോൾ അടിക്കുന്നതെന്ന് വെച്ചാൽ റാഡ് വെച്ച് നമ്മുടെ ആ തകര ഷീറ്റിനെ കത്തിച്ച് അതിൻ്റെ അളവിന് ആ പൈപ്പിൻ്റെ അളവിന് കത്തിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അത് വെച്ചാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അങ്ങനെ കയറ്റിയാണ് വെൽഡ് ചെയ്തത്, അല്ലാതെ നമ്മൾ ഡ്രില്ലൊന്നും ഉപയോഗിച്ച് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്തോന്നും അല്ല നമ്മൾ ചെയ്തത്. ഇങ്ങനെയൊക്കെ റാഡ് വെച്ച് കത്തിച്ചാണ് നമ്മൾ സംഭവം ചെയ്തത്. നമ്മൾ സൈലൻസറിന് വേണ്ടി വെൽഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും വെൽഡിങ് പിടിച്ചോന്ന് നോക്കണം, പിന്നെ ഹോളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്ത് ഹോളെല്ലാം അടയ്ക്കുക, അല്ലെങ്കിൽ സൗണ്ട് അതിനകത്ത് വ്യത്യാസം വരും. അതിലേക്കൂടെയൊക്കെ എയർ പുറത്തു പോയി സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വ്യത്യാസം വരാതിരിക്കാൻ നമ്മൾ ഫുള്ള് എവിടെയൊക്കെ ഹോളുണ്ടോ ഹോളെല്ലാം അടയ്ക്കുക, അടച്ച് വൃത്തിയാക്കണം. എങ്കിലേ നമുക്ക് നല്ലൊരു സൗണ്ടും നല്ലൊരു പെർഫോമൻസും വണ്ടിക്ക് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഫുള്ള് വെൽഡ് ചെയ്തത്. ഇപ്പം നമ്മൾ കണ്ട വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പുട്ട്രസ്റ്റാണ്. പുട്ട്രസ്റ്റ് നമ്മുടെ എഞ്ചിനിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കണം, അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റ് അടിക്കും. ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി മുമ്പോട്ട് മാറ്റിയാണ് പുട്ട്രസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അതുമല്ല, നമ്മുടെ വണ്ടി കുഞ്ഞു വണ്ടിയാണ്. കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് അടുത്ത് പുട്ട്രസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് മുട്ട് മേളിലിടിക്കും. മുട്ട് മേളിലിടിക്കാതിരിക്കാൻ പുട്ട്രസ്റ്റ് ഇച്ചിരി മുമ്പോട്ടാണ് വെക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന പട്ട പീസ് നമ്മുടെ ബാറ്ററി ബോക്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബാറ്ററി ബോക്സ് ആയിട്ടില്ല, ബാറ്ററി വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് പോലെ. അതായത് ബോക്സായിട്ട് നമ്മൾ പണിയുന്നില്ല. ബോക്സായിട്ട് പണിയാനുള്ള സ്പേസ് നമുക്കില്ല. സ്പേസ് ഉണ്ടെങ്കിലും അതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു വൃത്തിയുടെ പോലെ തോന്നുന്നത്. നമ്മൾ ബാറ്ററി കറക്റ്റായിട്ട് ഈ പട്ട പീസിനകത്ത് വെച്ചിട്ട് അതിൻ്റെ അപ്പുറം നമ്മൾ 2 ക്ലാമ്പ് വെച്ച് അടിക്കുന്നുണ്ട്. അതിലൂടെ കയറ്റി കറക്റ്റായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നെറ്റ് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ബാറ്ററി ബോക്സ് നമ്മൾ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഫൈനൽ ടച്ച് വെൽഡിങ് ആണ്. അതായത് നമ്മുടെ ബാറ്ററി ബോക്സ് ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ക്ലാമ്പ് വെച്ചടിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ചെറിയൊരു ക്ലാമ്പ് എടുത്ത് നമ്മുടെ പൈപ്പിൽ പൈപ്പ് 1.5 ഇഞ്ചിൻ്റെ പൈപ്പിനകത്തിട്ട് വെച്ച് സെറ്റ് ചെയ്യണം നമ്മുടെ ഹോൺ വെക്കാൻ വേണ്ടി. ഇതൂടെ കഴിഞ്ഞ് നമ്മുടെ വെൽഡിങ് കഴിയും. പിന്നെ നമുക്കുള്ളത് പെയിൻറ്റിങ് സെക്ഷനാണ്. പെയിൻറ്റിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ എഞ്ചിൻ ഫുള്ള് ക്ലീൻ ചെയ്യണം. എഞ്ചിൻ പഴയ എഞ്ചിനല്ലേ, അതുകൊണ്ട് അതിൻ്റെ സൈഡിലെല്ലാം ചെളി അഴുക്കും ഓയിലും അതും ഇതെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഈ ഹോളുള്ളിടത്തെല്ലാം പൊട്ടിയിട്ട് ലെവൽ ചെയ്യണം. പിന്നെ നമ്മുടെ ടാങ്കിന് ചെറിയ ഞണുക്കുണ്ട്, അപ്പോൾ ടാങ്കിൻ്റെ ഞണക്കെല്ലാം മാറ്റി പൊട്ടിയിട്ട് ലെവൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടനാണ് നമുക്ക് പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റ് ചെയ്ത് തരുന്നത്. നമ്മുടെ ടാങ്ക് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഏതാണ്ട് ഇടിച്ച വണ്ടിയുടെ അതോ എന്തോ നല്ല ഞണുക്കമുണ്ട് ടാങ്കിന്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ തട്ടി നൂത്തെടുത്ത് ബാക്കി പുട്ടിയൊക്കെ ഇട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് ചേട്ടൻ നല്ല രീതിയിൽ പുട്ടിയൊക്കെ ഇട്ട് സംഭവം പുതിയതുപോലെ ആക്കി തന്നിട്ടുണ്ട്. വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുട്ടിടിയിൽ കഴിഞ്ഞ് ഇനി നമുക്ക് പ്രൈമർ അടിക്കണം. ചേസ് പഴയതും പുതിയതും ഒക്കെ ആയതുകൊണ്ട് എല്ലാത്തിലും ഫുള്ള് നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എഞ്ചിനൊക്കെ കൊടുക്കുന്നത് പറഞ്ഞാൽ മാറ്റ് ബ്ലാക്കാണ്. എഞ്ചിനും ചേസിനൊക്കെ മാറ്റ് ബ്ലാക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെയിൻറ്റിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രൈമർ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലായിടവും ഫിനിഷിങ് ആയിട്ടുണ്ട്. നമ്മുടെ മാറ്റ് ബ്ലാക്കിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചേസിനാണ് നമ്മൾ ഫസ്റ്റ് മാറ്റ് ബ്ലാക്ക് അടിക്കുന്നത്. പിന്നെ റിമ്മിന്, എൻജിൻ, സൈലൻസർ ഇതിനെല്ലാം നമ്മൾ മാറ്റ് ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് റിമ്മിൻ്റെ ഹബിന് മാത്രം നമ്മുടെ റെഡ്, ടാങ്കിൻ്റെ റെഡ് കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗത്തെല്ലാം മാറ്റ് ബ്ലാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മിനി ബോൺവില്ലിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറ്റുന്നത് നമ്മുടെ ടാങ്കാണ്. അപ്പോൾ ടാങ്കിന് പെയിൻറ്റിങ് എത്ര പെർഫെക്റ്റ് ആയിരിക്കണം. ചേട്ടൻ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ടാങ്കിനുള്ള പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റെഡ് അടിച്ചാണ്ട് അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ടാങ്ക് ഇത്രയും ലുക്കായിരിക്കുമെന്ന്. സംഭവം റെഡ് മാത്രം അടിച്ചപ്പോൾ വലിയ ഗുമ്മില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പുറത്ത് ക്ലിയർ ചെയ്തപ്പോൾ നല്ല തിളക്കവും നല്ല ഒരു മെറ്റാലിക് ഫിനിഷിങ്ങും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാനായിട്ട് എഞ്ചിൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചേസൊക്കെ ഇട്ട് ഇനി നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ടയറൊക്കെ ഇട്ട് ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് ആക്സിലേറ്റർ സെറ്റ്, സ്വിച്ച് സെറ്റ്, ബ്രേക്ക്, ഹെഡ് ലാമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്യണം. നമുക്കെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മുടെ മിനി ബോൺവില്ലിന് നമ്മുടെ സെൽഫ് സ്വിച്ചും പിന്നെ ലെഫ്റ്റ് സൈഡ് സ്വിച്ചുമായിട്ടൊക്കെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ 𝐸𝐹𝐶യുടെ 𝔸𝐻𝐹𝐶 സ്വിച്ച് സെറ്റാണ് നമ്മൾ ഇന്നത്തെ യൂസ് ചെയ്യുന്നത്. ബാക്ക് ബ്രേക്കിന് വേണ്ടിയിട്ട് കേബിൾ നോക്കിയപ്പോൾ കേബിൾ നമ്മുടെ ഇതിന് പറ്റിയ സാധനം കിട്ടിയില്ല. ഇതേ നീളത്തിനുള്ള കേബിളില്ല, ഇരിക്കുന്ന കേബിളെല്ലാം നല്ല നീളം അല്ലെങ്കിൽ നീളക്കുറവ്, ഇതിൻ്റെ അളവിനുള്ള കേബിൾ നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ ഇന്നർ മേടിച്ചിട്ട് ലെതർ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് ഇട്ടാണ് നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് സെറ്റ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് നമ്മുടെ 𝐸𝐿𝑥 ഫ്രണ്ട് ബ്രേക്ക് തന്നെ സെറ്റ് ചെയ്ത് കിട്ടി. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റാണ്. ചെറിയൊരു ഹെഡ്ലൈറ്റ് നമ്മൾ വാങ്ങി, അതാണ് ഇപ്പോൾ സെറ്റ് ചെയ്തത്. ടാങ്ക് കൂടൊക്കെ വെച്ച് വന്നപ്പം മാറ്റമുണ്ട്, നല്ല കാണാനുള്ളൊരു അത്യാവശ്യം ലുക്കുണ്ട്. ഇനി സീറ്റും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് ഫുള്ള് മാറും. നമുക്ക് അതിൻ്റെ ഫ്യൂലൊക്കെ കണക്ട് ചെയ്യുകയാണ് ഇപ്പം. ആക്റ്റീവയുടെ വയറിംഗ് കിറ്റാണ്ട് വയറിംഗ് കിറ്റിന് നല്ല നീളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നീളമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി വയറിംഗ് കിറ്റ് നമ്മുടെ വണ്ടിയുടെ അത്രയും വലുപ്പത്തിനാക്കി എടുത്തായിരുന്നു. അതിലേക്ക് നമ്മളാണ്ട് ഇപ്പം റൈറ്റ് സൈഡ് സ്വിച്ച് സെറ്റിൻ്റെ ലൈൻ, ഹെഡ്ലൈറ്റിൻ്റെ ലൈൻ, സെൽഫ്, ഇതെല്ലാം നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അതിൻ്റെ അകത്തൂടെ കയറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പുറത്ത് വയറൊന്നും കാണാതിരിക്കാൻ, ആ വൃത്തിയുടെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഈ വയറിങ്ങിൻ്റെ പകുതി ഭാഗവും നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത്. CD യൂണിറ്റൊക്കെ ടാങ്കിൻ്റെ അടിയിലായിട്ടാണ് CD യൂണിറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തത്. അപ്പം ഈ പുറത്തോട്ട് വയ്ക്കുമ്പോൾ ഒരു വൃത്തിയിടാണ്, ആ വൃത്തിയുടെ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം എല്ലാം ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ബൈ. നമുക്കിതിൻ്റെ പാർട്ട് 3 ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം കാണാൻ മറക്കരുത്, വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും.